Hey guys, welcome back to Motorholic 390. നമ്മൾ ഇന്നത്തെ യാത്ര ശ്രീനഗർ ടു ജമ്മുവിലേക്കാണ്. മറ്റേ നമ്മുടെ ഉരുൾപൊട്ടലിന് ശേഷം ജമ്മു റോഡ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ആ റൂട്ടിലൂടെ യാത്ര ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ട് അവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെ എന്തായാലും നോക്കാം. പിന്നെ ഞങ്ങൾ ഇന്നത്തെ നമ്മുടെ കർത്തുങ്കല യാത്രയും അതേപോലെ തന്നെ അവിടുത്തെ റൈഡ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് യെസ്റ്റർഡേ നൈറ്റ് ഞങ്ങൾ ശ്രീനഗർ എത്തിയതാണ്. പിന്നെ ഇന്ന് മോർണിംഗ് ഇപ്പം നേരെ ജമ്മുവിലേക്ക് ഹെഡ് ചെയ്യണു. ഓക്കെ, അപ്പം ഇനി ജമ്മുവിലേക്കുള്ള യാത്ര വിശേഷങ്ങളിലേക്ക് കാണാം ഗൈസ്. നല്ല റോഡൊക്കെയാണ് കേട്ടോ. എവിടെയാണ് മറ്റേ സീൻ ഉണ്ടായിട്ടുള്ളൂ നമുക്കറിയില്ല. വണ്ടികൾ പോകുന്നുണ്ട്, നമ്മളും പോകുന്നുണ്ട്, അത്രേ ഉള്ളൂ. വേറെ കഥകളൊന്നും അറിയില്ല നമുക്ക്. അപ്പം എന്തായാലും നമുക്ക് അവിടുത്തെ വിശേഷങ്ങളോട്ട് കാണാം ഗൈസ്. കിടക്കണ ലോറികളൊക്കെ അങ്ങോട്ട് പോകാനുള്ള ലോറികളാണ് കേട്ടോ. എന്ത് സീനുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി വിടും, 2 ദിവസം അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി, അങ്ങനെ എന്തൊക്കെ സ്കീമാണ് ആക്ച്വലി. കുറേ ലോറികളായി ഞങ്ങളിങ്ങനെ കാണുന്നുണ്ട്. വഴി മൊത്തം ലോറികളായി ഒക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാലി വണ്ടിയാണ് കേട്ടോ, റിട്ടേൺ പോണ വണ്ടികളാണ് അതൊക്കെ ജമ്മുവിലേക്ക്. ശ്രീനഗറിന് വന്നിട്ടേ ശ്രീനഗറിനായാലും ഇനി മോളിലേക്ക് കയറിയ വണ്ടികളായാലും ഒക്കെ റിട്ടേൺ പോണ വണ്ടികളാണ്. ഒക്കെ കാലി വണ്ടികളാണ് ലെഫ്റ്റ് സൈഡിൽ കിടക്കണത് മൊത്തം. ഇത്രയും ലോറികൾ പിടിച്ചിട്ടുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 ദിവസം 2 ദിവസം ഉണ്ടാവാൻ എന്താ ഗ്യാപ്പിലാണ് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിടണല്ലോ. അവനെന്തോ സീൻ പറഞ്ഞു, ഹെവി വണ്ടികൾ കിട്ടാ, ചെറു വണ്ടികൾക്ക് സീനില്ല. കുറച്ചൊന്നല്ല, വീണ്ടും കിടക്കുന്ന വണ്ടികൾ എന്തോരം ലോറികളാണ് കഴിച്ച്. പക്ഷെ എൻ്റെ മോനെ നേരെയായിട്ട് അങ്ങ് അറ്റം വരെ കിടക്കണല്ലോ. എന്തോരം വണ്ടികളാക്കി. ചിലതൊക്കെ ലോഡ് വണ്ടികളുണ്ട് കേട്ടോ. ഇവരൊക്കെ ഇനി 2 ദിവസം ഇങ്ങനെ ചെക്ക് ആകുമ്പോഴേക്ക് എത്ര വണ്ടികളല്ല ഇവിടെ ഒന്നും അറിയണേ. സീന് ഞങ്ങളുടെ ലോക്കൽസിനോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് വണ്ടി പോവും, സീനൊന്നുമില്ല, ബൈക്കിനും കാർസിനൊന്നും സീനില്ല എന്ന് പറഞ്ഞത്. വലിയ വണ്ടികൾക്ക് മാത്രം പ്രശ്നമുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇനി എന്താന്നൊക്കെ അവിടെ എത്തിയിടുമ്പോൾ കാണാം കഴിച്ച്, വേറെ വഴിയില്ല. ഒരു ടണൽ, നമ്മൾ ഈ വഴിയല്ലോ, നമ്മൾ വന്നത് രാജൂര് വഴിയാണല്ലോ. അപ്പോൾ ഈ വഴി ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഗൈസ്. വീട്ടിലും ടണലാണല്ലോ, ഈ മല മുറിച്ച് കയറുന്ന ഒരു ടണല്. അത്യാവശ്യം വലിയ മല കേട്ടാ, നമ്മുടെ കുതിരാൻ മലയൊക്കെ പോലെ തന്നെ. കുറച്ചുകൂടി കയറിയിട്ടൊരു കട്ട് ഓഫ് അടിച്ചാലോ സാധനം എങ്ങനെ ഉണ്ടാവും. അയ്യോ, അത് ഗംഭീരട്ടാണല്ലോ കേട്ടോ. എന്താ നിങ്ങൾ നടക്കണമെങ്കിൽ കാറ്റത്തേക്ക് കുറേ ഉണ്ട് കേട്ടോ. സീന് ഓളേ ടണലിൻ്റെ ഉള്ളിൽ ചായത്താണാണ് കഴിച്ച്. അത് ഞാൻ അറിഞ്ഞു പെട്ടുപോയത് സോനമറക്ക് ടണലിൽ കയറിയിട്ടോ. എല്ലാം പൊലളവേ തണുത്ത് മരവിച്ചങ്ങടി ഞങ്ങൾ കട്ടാ പഠിച്ചാലോ. ടണല് മൊത്തം അങ്ങോട്ട് മുഴങ്ങി. ഈ സംഭവം നമ്മൾ കുതിര ടണലിൽ കയറി എപ്പോഴും അടിക്കാറില്ല കേട്ടോ. ഒരു രസമാണത്. ടണലിൻ്റെ ഉള്ളിൽ കട്ട പഠിക്കാൻ ആദ്യം കൂടാ. ഗംഭീര ടണലേട്ടാ. ഈ സാധനമാർക്ക് ടണലത് അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള ടണലാണ് കഴിച്ച്. അതിൻ്റെ ഡിസ്റ്റൻസ് എനിക്ക് കറക്റ്റ് അറിയില്ല, പക്ഷെ നല്ല ലെങ്ത്തുള്ള ടണലാണ്. നീറ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണല്ലോ കേട്ടോ. മുകളിലും സൈഡിലൊക്കെ നോക്കിയാൽ നിങ്ങൾ നല്ല രസമുണ്ട്, നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കുതിരണ്ടാണെങ്കിലും ഉള്ളിൽ വരെ കേട്ടോ. മുകൾ വശമൊക്കെ ഇങ്ങനെ മറ്റേ കുറേ പാറകളും കള്ളിക്കണു അങ്ങനെ ഇങ്ങനെ. പിന്നെ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ അല്ല, ഷേപ്പായിട്ടല്ല നിൽക്കണം. ഇത് നോക്കി നിങ്ങൾ കറക്റ്റ് ഒരു മറ്റേ ഹൈപ്പർ ലൂപ്പിൻ്റെ ഉള്ളിൽ ഇരിക്കണ ഷേപ്പാണ് കഴിച്ച്. ഫുള്ളി നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. ചുറ്റും കണ്ടോ, നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. നോക്കിയാൽ എത്ര നേരമായി ഞാനിത് ഓടിക്കണേ. ഇത്രയും വലിയ ടണലിൽ ഇത്രയും വലിയ ടണലിൽ ഞങ്ങൾ ആദ്യമായിട്ടാവും കയറണേ. ഏത് സാധനം സൂപ്പർ ബൈക്ക് അല്ലെങ്കിൽ ഒരു ലിറ്റർ ക്ലാസ് ഏതെങ്കിലും എക്സോസ്റ്റുള്ള വണ്ടി കണ്ടല്ലോ.
ഇതിൻ്റെ ഉള്ളിൽ മറ്റേ മൂടായിരിക്കും. സീൻ നോക്കിയേ. ചെറുതായിട്ട് വെളിച്ചം കണ്ടു തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എത്ര നേരമായിട്ട് ഓടിക്കണ അറിയോ? ആ മക്കളെ വെളിച്ചം കണ്ടു. സീൻ കാണല്ലേ. ഇവിടെ മഴയാ. ടണലിന്റെ ഇപ്പുറത്ത് വന്നപ്പോ മഴ. പണിപ്പാളി ഗൈസ്. ഇങ്ങോട്ടിടണോ? മഴ പെയ്യുന്നുണ്ട് സുഹൃത്തുക്കളെ, മഴ. മൊത്തത്തിലൊന്ന് ചേഞ്ച് ആയില്ലേ? അതെ അതെ. ആ മലയ്ക്കപ്പുറം തന്നെ വേറൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ തന്നെയാട്ടോ. മലയ്ക്കിപ്പുറം നോക്കിയേ, സത്യ ക്ലൈമറ്റ് ചേഞ്ച് ആയി ഗൈസ്. ഏത് രസം. അപ്പുറത്താണെങ്കിൽ മഴയുടെ ഒരു ലക്ഷണം പോലും ഇല്ല കേട്ടോ. നല്ല വെയില. ഇപ്പുറത്തേക്ക് അതേപോലെ നല്ല മഴ മൂട്. സീന്. മഴമൂട് പോയിട്ട് നൈസായിട്ട് അത് ആ ടണലിന്റെ ആ ഒരു ഭാഗത്ത് തന്നെയുള്ളൂ കേട്ടോ മഴമൂട്. മഴമൂടൊന്നുമില്ല. സെറ്റായി. ക്ലൈമറ്റ് ഓക്കെയാണ് ഗൈസ്. തണവുണ്ട് എന്നാലും ചടപ്പിക്കുന്ന തണവില്ല. ഏതൊക്കെ നോക്കിയ ലെഫ്റ്റ് സൈഡില് മലകളൊക്കെ നോക്കിയേ. വേറെ തന്നെ ഭംഗിയില്ല കാണാൻ. ഇവിടുത്തെ കിലോമീറ്റേഴ്സ് നമ്മൾ പെട്ടെന്ന് കവറാവും ഗൈസ്. കാരണം നമുക്ക് അറിയില്ല കിലോമീറ്റർ തീരുന്നത്. അത്രയും നല്ല റോഡായതുകൊണ്ടേ പെട്ടെന്ന് പറഞ്ഞ സാധനം കിലോമീറ്റർ കവറാവും. നോക്കി ഒരേ പിടിച്ചിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാണ്ട് കവറാവും. ഗൂഗിൾ മാപ്പ് 5 മണിക്ക് എത്തുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 3:45 മണിയാകുമ്പോൾ എത്തും. അത്രയും നല്ല റോഡാണ് ഗൈസ്. കൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഒരേ സ്പീഡിൽ ഇങ്ങനെ ക്രൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വണ്ടികളും കുറവാണല്ലോ. റോഡിൽ ഇടിഞ്ഞിട്ട് ഉണ്ടോ? എപ്പോഴെങ്കിലും പൊട്ടാവുന്ന വീടാവുന്ന സെറ്റപ്പിൽ ഞാൻ കഴിച്ചതൊക്കെ നിൽക്കണേ. സീനാണ്. ഇവിടെയൊക്കെ നോക്കി സീൻ കേട്ടോ. ഗ്രാൻഡ് സ്റ്റേഡിനായിട്ട് വൻ സീനുണ്ടായിട്ടുള്ളൊരു ഏരിയയാണ് ഇതൊക്കെ. നമ്മുടെ ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായിട്ടുള്ളത് ഇവിടെ എല്ലാം തോന്നുന്നുണ്ട്. ഒന്നും മനസ്സിലാവണമെന്നില്ല. ഇവിടെ കുറേ സ്ഥലങ്ങളിൽ ഈ സംഭവം ഉണ്ടായിട്ടുണ്ട് കഴിച്ച്. പുതിയ റോഡിനുള്ള മറ്റേ സാധനമൊക്കെ ഉണ്ട് കേട്ടോ. സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പണി കഴിഞ്ഞിട്ടില്ല. പില്ലറുകൾ, പുതിയ റോഡിന്റെ പില്ലറുകളാണ് അതൊക്കെ. പണി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇവ മുകളിലുള്ള വീടൊക്കെ നോക്കി ഏതാ മൂടില്ലേ. പക്ഷോ ട്രക്ക് മറിഞ്ഞിറങ്ങണ നോക്കിയടാ. ട്രക്ക് മറിഞ്ഞിറങ്ങണ നോക്കിയേ. ആ സീനിട്ടോ. പാവം ഒരു കണ്ടെയ്നറുകാരൻ കേട്ടോ. ഓ മറിഞ്ഞെടുക്കണം കഴിച്ചത്. പാവം ട്രക്കുകാരട്ടോ. ആളൊന്നേ ചേർത്തി കൊടുത്താവുന്നുണ്ട് വേറെ വണ്ടിക്ക്. പണി പാളി. വീലിറങ്ങി. അത് ഇല്ലേ കുഴിക്കാണ് വീലിറങ്ങിയത്. ഓ 16 രൂപയില്ലേ. കൊല്ലോ നീയേ. ഓ ടിപ്പുകാരൻ മാന്യനാ. സീൻ പാലത്തൂരായിട്ട് നമ്മൾ പോണം അല്ലേ? നമുക്ക് നേരഞ്ഞാവൂലേ? നമുക്കൊരു കുഞ്ഞൊരു പാലം അത് നിക്കണം. ഇപ്പൊ കാണുമ്പോ തന്നെ കിളി പോവും. ശിവ നമ്മളിങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ നമ്മുടെ
വണ്ടികളൊന്നും പോണില്ല കേട്ടോ നമ്മുടെ വഴിയിലുള്ളത്. എല്ലാം ഒരു സൈഡിലേക്ക് മാത്രമായിട്ടാ വണ്ടികൾ വിടണല്ലോ. ഫുൾ അറ്റം തൊട്ടി അറ്റം വരെ ഇങ്ങനെ ബ്ലോക്കായി എടുക്കുക കേട്ടോ. നമ്മളിങ്ങനെ കയറ്റി പോകാനൊന്നും പറ്റില്ല. ലോറികൾ ഇങ്ങനെ കയറി വരണേ, അത് കാരണം സ്റ്റക്കായിട്ട് നിൽക്കണം. ഇപ്പോൾ ഞങ്ങളിവിടെ ലോട്ട് വണ്ടികൾ സ്റ്റക്കാണ് കേട്ടോ, ലോട്ട് വണ്ടികൾ. അതിൻ്റെ ഇടയിൽ യുറ്റങ്ങൾ കാരണമാണ് പല വണ്ടികളും കയറി വരെ ഇത്ര താമസം. ഏതാ ലോറി നോക്കിയേ, മൂട് സാധനം. നമ്മളെ ബ്ലോക്കിനുള്ളിൽ നിന്ന് മെല്ലെ കുത്തിക്കയറ്റി ഫ്രണ്ടിൽ ചാടിട്ടോ. സംഭവം പറയണതേ ആർമിക്കാരുടെ വണ്ടി താഴെ പോയി എന്നൊക്കെയാണ് പറയണം ഓരോ ലോറി ഡ്രൈവർമാരോട് ചോദിച്ചപ്പോ കേട്ടോ. എന്താ കഥ എന്നറിയില്ല, നമുക്ക് പോയി നോക്കാം. പിന്നാണെങ്കിൽ സീനില്ലേ, ആർമിക്കാരുടെ വണ്ടി താഴെ പോയി എന്നാണ് പറയണത് അവര്. എന്താ ആംബുലൻസ് വിടുന്ന എന്റെ ദൈവമേ, അടിയൊക്കെ പോയി സീനാട്ടോ, കിട്ടില്ല കൈസ്. ഡാർക്കാ ആംബുലൻസ് ഉണ്ടല്ലോ, ഓക്കെ കൊടുക്കാം. നോക്കട്ടെ, ആംബുലൻസ് അല്ല പോലീസാണല്ലേ. ആർമിക്കാരുടെ വണ്ടി താഴെ പോയി എന്നാണ് പറയണത്. എന്താ കഥ, എന്താ സംഭവം ഒന്നും ഒരു പിടുത്തില്ല. എന്തായാലും നോക്കാം നമുക്ക്. പക്ഷെ എന്താലേ अमे नो आगे नहीं ब्लॉकर क्या प्रॉब्लम व्हाट हैपेंड एक्सीडेंट है एनी प्रॉब्लम സംഭവം ആർമിക്കാരുടെ വണ്ടി താഴെ അങ്ങനെന്തോ പോയിട്ടുള്ള കേട്ടോ. അവനെന്തോ സീനാണ്, ആർമിക്കാരൊക്കെ ഓടിച്ചുവിടുന്നുണ്ട് ഓരോരുത്തരെ. മലയാളി തോന്നുന്നു. ഇവിടെ ഇതിന്റെ താഴ്ത്തിക്കായിട്ട് വണ്ടി പോയിട്ടുള്ളത്. 2 വണ്ടി പോയിട്ടുണ്ട്, 3 ചേവന്മാര് മരിച്ചിട്ടുണ്ടെന്നാട്ടാ പറയണേ. അയ്യോ എന്ത് ഡെപ്താടാ, സീൻ ഡെപ്ത്. അവര് ആട്ടും പിടിച്ചിട്ട് കണ്ടാ. അയ്യോ വണ്ടത്താണ് കൈസ്, എവിടെ വണ്ടിന്ന് പോലും പൊടി പോലും കാണാനില്ല. എന്തായാലും 3 പേര് മരണപ്പെട്ടിട്ടുണ്ട് കൈസ്. എന്താലേ പാവങ്ങള്, സീന്. എന്തോ വണ്ടിയുടെ എന്തോ ഗിയർ ഫെയിലിയറോ അങ്ങനെ എന്തോ ഫെയിലിയർ ആയിട്ടാണ് ആക്ച്വലി ആ സംഭവം ഉണ്ടായിട്ടുള്ളത്. സീനട്ടാ പാവങ്ങളല്ലേ. വണ്ടിയുടെ എന്തോ ഗിയർ ഫെയിലിയർ ആയിട്ട് എന്തോ സീനായിട്ടാണ് വണ്ടി കയ്യിൽ നിന്ന് പോയുള്ളത്. നേരെ മറിയാണ് ചെയ്തത്. പക്ഷെ 2 വണ്ടിയും ചിലപ്പോൾ ഫോളോ ചെയ്ത് പോവായിരിക്കും. ഫസ്റ്റ് വണ്ടി പോയപ്പോൾ പിന്നാലത്തെ വണ്ടി ഓവർ കർവായി ഉണ്ടാവും. അതാണ് സീൻ. പക്ഷെ എന്താല്ലേ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാവണതേ. നാട്ടിലെവിടെയാ? നാട്ടിലെവിടെ? തൃശ്ശൂര്. വണ്ടി അടിക്കണതാ മിലിറ്ററി ആർമിക്കാരുടെ. ബ്രേക്ക് കിട്ടിയില്ല. നല്ല ബ്ലോക്കാട്ടോ ഈ ഒരു സീൻ ഉണ്ടായത് കൊണ്ട് തന്നെ.
എന്തല്ലേ പാവങ്ങള്. ഹൈവേയിൽ ഒരു സീൻ സാധനം വെറൈറ്റി സാധനം ഉണ്ട്. കിലോമീറ്റർ കണക്കിന് ബ്ലോക്കാട്ടോ. നോക്കി നിങ്ങൾ എത്ര നേരമായിട്ട് ബ്ലോക്കാവും. ശോ എവിടേക്ക് കുത്തി കയറ്റി വെച്ചുള്ളൂ ഓരോരുത്തര്. എവിടേക്ക് ഗീറോ വണ്ടിക്കാരോടെന്ന് വെച്ചുള്ളൂ. ഫുള്ള് റോങ്. ആ ട്രാവലർ തന്നെ കുത്തി കയറ്റി വെച്ചേക്കണോക്ക്. ഇപ്പൊ ഒരു ആംബുലൻസ് ചേട്ടാ വഴി മാറ്റി കൊടുത്തോ. ഒരാളല്ല കേട്ടാ, നിറച്ച് ട്രാവലർ കുത്തി കയറ്റി വെച്ചേക്ക. ഇത്ര നേരം സിംഗിൾ ലൈൻ നടന്നു, ഇപ്പൊ 2 ലൈനായി വെച്ചേക്കണോക്ക് ഓരോ വണ്ടികള്. പണി കണ്ണു കണ്ടൂടെ അതിന്. क्या हुआ भाई? ടണലുകൾ എന്തോരാന്ന് അറിയോ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കണേ. ലോട്ടോ എവിടേക്ക് ഇയാൾ വന്ന് ഞങ്ങളെ അതില് ഡ്രൈവറിനില്ല കേട്ടോ വണ്ടിയില്. അതിനിടയിൽ ആരത് കേറ്റിട്ട് പോയി ഇടയിൽ കയറ്റി വിടുന്നുണ്ടേ. പിന്നെ വെപ്രാളപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. അയ്യോ അവിടെ ആംബുലൻസ് നോക്കി അവിടെ ഒരച്ചിട്ട് അവിടെ പോണവര്. അത് മനപ്പൂർവ്വം കൊടുത്തത് വേണം അവർക്ക്. കണ്ടോ ഡോർ വെച്ച് ഒരയ്ക്കണ്ടവര്. ഊമ്പി അത് കിട്ടിന്റെ പണി. ഫുള്ള് ബ്ലോക്കാണ് ഗൈസ്. ട്രാവലറുകാരനൊരു കാര്യട്ടാ ഉത്സാഹമ. അപ്പൊ ആംബുലൻസും കാര്യങ്ങളും പോകണ്ടല്ലോ, ഹോസ്പിറ്റലിൽ എത്തിക്കണ്ടേ കാര്യങ്ങൾ. സംഭവം എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എത്തിക്കണ്ടേ. അവിടേക്ക് പോലീസുകാരൊക്കെ ഉണ്ടായിട്ടാണ് ഇവര് മൊത്തം റോങ് അടിച്ച് കയറി പോണ കേട്ടോ. ഒരു കാര്യമില്ല. റോഡ് ബന്ദ് ഹോ ഗയാ ഗൈസ്. അയ്യോ ട്രക്കുകാരൻ റൈറ്റില് പാർക്ക് ചെയ്തേക്കണോക്ക്. അയ്യോ ഫ്രണ്ടിൽ മൊത്തം സീനാലോ. എന്തൊരവസ്ഥ കേട്ടോ. ഇവരൊക്കെ ഒന്നും മര്യാദക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിന്നാൽ മതി. അപ്പൊ ഈ പ്രശ്നമില്ല. നല്ല രസമായിട്ട് വണ്ടികൾ പോവും. ഇവർക്ക് മുകളിലേക്കും പോകാൻ പറ്റും. വണ്ടി വെച്ചേക്കണോക്ക് എങ്ങനെയൊക്കെയാന്ന്. ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ പാർക്ക് ചെയ്ത് കിട്ടേക്ക് കേട്ടോ. സീന്. എന്താ ഒരുത്തിരിക്കണമെങ്കിൽ ലോറിയുടെ മുകളിൽ. ഇവിടുത്തെ ആൾക്കാർ ലോറിയുടെ മുകളിൽ ഇരുന്ന് ട്രാവൽ ചെയ്യൂട്ടാ. ഇവിടെ അതൊന്നും സീനിലാവുന്നുണ്ട് കിറുക്കന്മാര്. ഇതൊന്നും ഇപ്പൊ പോവില്ല മക്കളെ. വണ്ടിയൊക്കെ ഓഫ് ചെയ്തിട്ടോ. നിങ്ങളെക്കാൾ അത്രയും വണ്ടികൾ തന്നെ മുകളിലും വെയിറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്. ആവൂ ട്രക്കേഴ്സ് നിർത്തിയിട്ടുള്ള നോക്കിയേ. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വരി വരിയായിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടാ. ഇനിയിപ്പോ കിറുക്കന്മാര് കാരണമെന്ന് അറിയില്ല കേട്ടാ. കണ്ട അവരുടെ കുത്തി കയറ്റാനോ കയറ്റി വയ്ക്കാനോ ഒന്നുമില്ല. ഒക്കെ വരി വരിയായിട്ട് നിർത്തിയില്ല. അതുകൊണ്ട് തന്നെ വൺ സൈഡ് ക്ലിയർ ആയി. മറ്റേത് ഈ ട്രാവലറുകാരും ഈ ചെറിയ ഇന്നോവക്കാരും ടാക്സിക്കാരൊക്കെ ആയിട്ട് കയറ്റി വെച്ചിട്ടേ
ഫുള്ള് വഴി ബന്ധു ഹോഗയാ. ഇതൊരു ഗുജറാത്തിൽ നിന്നുള്ള റൈഡറാട്ട പുള്ളിക്കാരൻ. അയ്യോ ഇപ്പൊ പോയിടിച്ചാനാണ് ഗുജറാത്ത് റൈഡർ. കണ്ട നിങ്ങളത് ബ്രേക്കില്ലാണ്ട് പോയതാണോ ഇനി മുപ്പിൽ വേറെ എന്തെങ്കിലും ശ്രദ്ധിച്ചുകൊണ്ട് പോയതാണെന്ന് അറിയില്ല. സീക്രട്ട് ക്രഷ് കണ്ട ലോറിയായില്ലോ. ജയ്ത് എന്തോരം ലോറികളാ കയറ്റി വെക്കണ്ട. അപ്പൊ പണി പാലുമണത്തിൽ കിട്ടും. ആ ഗൈസ് ബ്ലോക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞു. യെസ് റോഡ് ക്ലിയറായി. ഓ ദേടാ ഇടിഞ്ഞ ഭാഗം ഇവിടെയാണ് ഗൈസ്. അന്ന് ഇടിഞ്ഞ ഭാഗം ദേ ഈ സാധനം കണ്ട നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ന്യൂസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ സംഭവം. ഈ മലയാണ്ട ഗൈസ് അന്ന് ഇടിഞ്ഞേ കണ്ട ഈ സംഭവം. ദേ എടുക്കണു അമ്പസ്റ്റ് വരെ നോക്കിയേ കണ്ടോ? ബസ് വരെ ഫുള്ള് ചളിയിൽ ഇതായിട്ട് നോക്കിയേ. അവരിത് എന്താ പറയുക സെറ്റപ്പ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. എന്തോരം വണ്ടികളെ പെട്ടേക്കണ നോക്കി. ഇതിൻ്റെ അടിയിലൊക്കെ ഇതിനുള്ളിലൊക്കെ വണ്ടികളാട്ടോ ഗൈസ്. ലൈറ്റില്ലാത്ത നിങ്ങൾക്ക് കാണാണ്ടാവില്ല. സീന്. ഓ ഇതിനുള്ളൊക്കെ ചെളിഞ്ഞാട്ടോ. അതായിരുന്നു റോഡ് കേട്ടോ. ഇടിഞ്ഞിട്ട് നോക്കിയേ മറ്റേ സീനായിക്ക. പക്ഷേ എന്താല്ലേ ചെറുതായിട്ട് മഴ അടിക്കണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. മഴ അടിച്ച ക്യാമറയ്ക്ക് പണി കിട്ടൂല ഈശ്വര. മെല്ലെ പോയാൽ മതി. നമ്മൾ വീണ്ടും ഒരു ടണലിൻ്റെ ഉള്ളിൽ കയറാൻ പോകണം. എന്തോരം ടണലാന്നറിയോ ഇവിടെ. കുറെ ടണലുകൾ പണി നടന്നുകൊണ്ടിരിക്കുന്നു. കുറെ എണ്ണം ഓപ്പണാണ്. സീനല്ലേ. എനിക്ക് തോന്നുന്നു ഇവിടെ BR അല്ല തോന്നുന്നുണ്ട് ഈ പരിപാടികളൊക്കെ ചെയ്യണത്. പ്രൈവറ്റ് കൺസ്ട്രക്ഷൻ കമ്പനിയാന്ന് തോന്നുന്നു. എനിക്ക് അറിയില്ല കേട്ടോ, കറക്റ്റ് എനിക്കറിയില്ല. അയ്യോ കുതിരേനെ വണ്ടി ഇടിച്ചിട്ട് ഡബേഷ് ആയിട്ട് കഴിച്ചു. ഡബേഷ് അങ്ങനെ ബ്ലോക്കൊക്കെ കഴിഞ്ഞു ഗൈസ്. ഒരു 100-300 ലോറി പോയി കാണും. എല്ലാം കഴിഞ്ഞ് അപ്പോൾ നമ്മൾ
ഫ്രണ്ടിലോട്ട് വീണ്ടും മൂവ് ചെയ്യാണ്. ലെഫ്റ്റ് സൈഡൊക്കെ നോക്കി നിങ്ങൾ ഇടിഞ്ഞിട്ട് ഡാർക്കാട്ടോ. അവർ ഇതുപോലത്തെ സംഭവം കൺസ്ട്രക്ട് ചെയ്യണ കാരണമാണ് അന്ന് വലിയ വണ്ടികൾക്കൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരുന്നത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ വണ്ടികൾ വിടും അങ്ങനെ. ഇവിടെ മൊത്തം സീനാണ് കഴിച്ചത്. എനിക്ക് തോന്നുന്നു പേഴ്സണലി ഞാൻ പറയാണ് കേട്ടോ, ഈ ജമ്മു ടു ശ്രീനഗർ ഹൈവേ, ഈ ഹൈവേക്കാളും ഏറ്റവും ബെസ്റ്റാണ് എനിക്ക് തോന്നുന്നു ശ്രീനഗർ മറ്റേ രാജൂര് വഴി ഗൈസ്. അത് അടിപൊളി വഴിയാ, ഒരു പ്രശ്നമില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? നല്ല ഒരു 50 കിലോമീറ്റർ ഓവറാണ്, പക്ഷേ നല്ല സ്നോയൊക്കെ ഉണ്ട്, നല്ലൊരു സീനിക് റൂട്ടാണ് ഗൈസ് അത്. പക്ഷെ ഇവിടെ നോക്കിയേ ഡേഞ്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടൻ ഡേഞ്ചർ ആട്ടോ. ഓരോ സൈഡിലേക്ക് വണ്ടികൾ വിടണല്ലോ കേട്ടോ. അപ്പോൾ അങ്ങോട്ട് വണ്ടികൾ ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ ഈ വഴി ഓപ്പണായി. റൈറ്റ് സൈഡിൽ നോക്കിയേ വണ്ടികൾ പിടിച്ചിട്ടേക്കണേ. ഇനി അവിടെ നിന്നുള്ള വണ്ടികൾ മൊത്തം കഴിഞ്ഞാൽ ഈ വണ്ടികൾ വിടുള്ളൂ ഗൈസ്. അങ്ങനെ ഒരു സ്കീമിലാണ് വണ്ടികൾ വിടണേ, അല്ലെങ്കിൽ ഫുള്ള് ജാമാവും. ഇതാകുമ്പോൾ ഓക്കെയാ. ഒരു 1/4 മണിക്കൂർ പോസ്റ്റ് ആവണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, ട്രാഫിക് ഇല്ലാണ്ട് വണ്ടികൾ പോവും. റോട്ടിലൊക്കെ ഫുള്ള് മെറ്റലാണല്ലോ. ഫുള്ള് ഷൂട്ടിങ് ഷോ ആണോ. റോട്ടിൽ ഇറങ്ങണ കല്ലുകൾ മൊത്തം മോളിൽ നിന്ന് ഇങ്ങനെ വന്ന് ഉരുണ്ട് ഇറങ്ങണം കേട്ടോ. എവിടെ നോക്കി ഇറങ്ങണ കല്ലുകളൊക്കെ ഉണ്ടോ, അതൊക്കെ മോളിൽ നിന്ന് ഉരുണ്ട് വീണ കേട്ടോ. സീനാ നോക്കിയാ. ഞങ്ങൾ ആ തിരിഞ്ഞ് വരുമ്പോ ഒരു ലോറി കിടക്കണ കിടപ്പോക്കി. പക്ഷേ എന്താ അല്ലേ, ആളിനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല, പക്ഷെ വണ്ടിയാകെ നിറനാശമുണ്ട്. പക്ഷെ എന്താ വീലൊക്കെ ഊരിപ്പോയിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്താ അല്ലേ, കുറേ അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട് കഴിച്ച് ഈ റൂട്ടിൽ. അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു റോഡാ. പക്ഷേ അങ്ങനെ നമ്മൾ മലനിരകളുടെ സെക്ഷനെല്ലാം കഴിഞ്ഞ് താഴോട്ട് ജമ്മുവിലോട്ട് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ജമ്മു സിറ്റിയിലോട്ട് ഏകദേശം ഒരു 40-45 കിലോമീറ്ററൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മളിത് താഴത്തേക്ക് എത്തി. നല്ല റോഡുകളൊക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. ആ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ സീൻ ഉണ്ടല്ലോ, മറ്റേ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സെക്ഷൻ, അവിടെ മാത്രമാണ്. അവിടെ നിന്ന് ഒരു 15-20 കിലോമീറ്ററാണ് കുറച്ച് ഡാർക്ക് ഉണ്ടായിരുന്നു റോഡാ. ഷൂട്ടിംഗ് സ്റ്റോണിൻ്റെ അതുപോലെ ലാൻഡ് സ്ലൈഡിൻ്റെ ഏരിയ തന്നെയായിരുന്നു. എത്ര ലാൻഡ് സ്ലൈഡാണെന്ന് അറിയാം ഉണ്ടായിരിക്കണേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് താഴത്തേക്ക് എത്തി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുഴപ്പമൊന്നുമില്ല. ഇനി നല്ല ഇത്ര ദിവസം എൻ്റെ കാലുകൾ എൻജിൻ ചൂട് അറിഞ്ഞിരുന്നില്ല സൈസ്. ഇപ്പോഴേ ഒരു 2 മണിക്കൂറായിട്ട് എൻജിൻ ചൂട് കാലുമിക്ക് അടിച്ചു തുടങ്ങി. സമാധാനം. ഇത്ര ദിവസം എന്താണ് ചൂടെന്ന് അറിഞ്ഞിടുന്നില്ല. ഐസിക്കുള്ളിൽ കിടന്നിട്ട് അടച്ചോലെ. സംഭവം കാണാനൊക്കെ അടിപൊളിഞ്ഞ്, പക്ഷേ അത് എന്താ പറയുക, അവിടെ അതിൻ്റെ തണുപ്പുണ്ടല്ലോ, അസൈനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൈനി തന്നെ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് അപ്പോൾ വിശേഷങ്ങൾ. ഇപ്പോൾ നമ്മളിത് ജമ്മു എത്താറായിട്ടുണ്ട് ഓൾമോസ്റ്റ്. ഇനിയിപ്പോൾ ജമ്മു പിടിച്ചിട്ട് എന്തായാലും റൂം കാര്യങ്ങൾ സെറ്റ് ചെയ്യണം, ഇന്നെന്തായാലും സ്റ്റേ പിടിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ബാക്കി നമുക്ക് ജമ്മു എത്തിയിട്ട് കാണാം സുഹൃത്തുക്കളെ. ഓക്കെ, ഈ ഒരു ഏരിയ ഫുള്ള് കൃഷിയൊക്കെയാണ് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പാടല്ല, ആക്ച്വലി കൃഷിയാണത്. ഈ ഗോതമ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങനത്തെ കൃഷിയുടെ ഒരു ഏരിയയൊക്കെയാണ് ഉണ്ടത്. അപ്പോൾ അങ്ങനെ